വളരെ സന്തോഷത്തിലാണ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ ലാലേട്ടന്റെ ഡയറക്ടോറിയൽ ഡെബ്യൂ ബറോസ് ഗാർഡിയൻ ഓഫ് ട്രഷേഴ്സ് അതിന്റെ ട്രെയിലർ റിയാക്ഷനുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഡിസംബർ 25-നാണ് റിലീസ്. അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലാലേട്ടൻ ഫിലിം ഇൻഡസ്ട്രിയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ലോക സിനിമയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ദിവസമാണ് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൂടെ. ആ ഡിസംബർ 25-ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ സംവിധാന സംരംഭമായ ബറോസ് 3Dയുടെ റിലീസും കൂടി. അപ്പൊ അതിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം അതിന്റെ ഒരു ട്രെയിലർ റിയാക്ഷനിലോട്ട് എങ്ങനെയുണ്ട് നോക്കാം. ആശീർവാദ് സിനിമാസിന്റെ പ്രൊഡക്ഷൻ തന്നെയാണ്. വാ ഓ, ചുമ്മാ നോക്കുമ്പോ തന്നെ 3D ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒരു കോമിക്കൽ ക്യാരക്ടറും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ ഫുഡൊക്കെ എടുത്ത് എറിയുന്ന കറക്റ്റ് നല്ല 3D എഫക്റ്റ് നമുക്ക് 3Dയിൽ കാണാണ്ട തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് നല്ലോണം. ഇതിൽ ഒന്ന് രണ്ട് ഷോട്ടുകളൊക്കെ കാണുമ്പോൾ എനിക്ക് വളരെ ഭയങ്കര ഫ്ലാറ്റ് ലേറ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ അത് എനിക്ക് തോന്നുന്നത് നമുക്ക് ആ 3D എക്സ്പീരിയൻസ് അത്രയും മനോഹരമായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് 3Dയിൽ തന്നെ ഷൂട്ട് ചെയ്ത ആ ഒരു കാരണം കൊണ്ടായിരിക്കും അത് അങ്ങനെ തോന്നുന്നത്. വളരെ കളർഫുൾ ആയിട്ടുള്ള നമുക്ക് ഒരു പോസിറ്റീവ് വൈബുള്ള സീൻസും കാര്യങ്ങളൊക്കെയാണ്. മറ്റൊരാളെ ഓർത്തു തൂകുന്ന കണ്ണുനീരിലും മഹത്തായ ഒരു നിധി ഈ ലോകത്തിന്റെ മോളെ. മാക്രോ ലെൻസിലൊക്കെ ഉള്ള ഷൂട്ട് ഉണ്ട്. യെസ്, നിധി കാക്കുന്ന ഭൂതത്തിന്റെ ഒരു കഥയാണെന്നുള്ളൊരു ഹിന്റ് ഉണ്ടായിരുന്നു മുന്നേ തന്നെ. മൈഡിയർ കുട്ടിച്ചാത്തലിനെ പോലെ തന്നെയുള്ള വാളിലൂടെ ഉള്ള വാക്കിംഗ് ഒക്കെ ഉണ്ടാകും. കറങ്ങിത്തിരിഞ്ഞ ആ ഒരു ക്യാരക്ടറിന്റെ നല്ല രസമുണ്ട്. വേറെ പേഴ്സ്പെക്റ്റീവിലുള്ള ഒരു ഷോട്ട് ഉണ്ട്, വെള്ളം കുടിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇത് ലാലേട്ടൻ വളരെ ആത്മാർത്ഥമായിട്ടും ഹോൾ ഹാർട്ടഡ്ലി ചെയ്ത ഒരു മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മള് എറമിന്റെ 3D ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊരു വിമർശനം ഉണ്ടായിരുന്നു. അതിൽ അവർ പ്രധാനമായിട്ട് പറയുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ആ സിനിമ നടക്കുന്നത് കുറേ ഭാഗങ്ങൾ നടക്കുന്നത് ഇരുട്ടത്താണ്, നൈറ്റിലാണ്. ആ നൈറ്റിലുള്ള ആ സാധനങ്ങൾ 3Dയിൽ പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്തതിന് ശേഷം 3D ആക്കുമ്പോൾ ഉള്ള ആ ഒരു അസ്വസ്ഥത ഏറം കണ്ടപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപാട് പ്രേക്ഷകർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നിയത് ഈ സിനിമയിൽ നമ്മുടെ ലാലേട്ടന്റെ ബറോസിൽ അദ്ദേഹം അത് 3D ആയിട്ട് തന്നെയാണ് കൺസീവ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ചുമ്മാ മൊബൈൽ സ്ക്രീനിൽ നോക്കുന്ന സമയത്ത് തന്നെ അതിൽ കുറെ 3D എഫക്റ്റുകൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് വരുന്ന സമയത്ത് ഒരുപാട് എൻഹാൻസ്ഡ് ആയിട്ടുള്ള വിഷ്വൽസ് ആയിരിക്കും ഉണ്ടാവുക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ആ ലൈറ്റും കാര്യങ്ങളൊക്കെ പിടിക്കാൻ കാരണം ഈ 3D എലമെന്റ്സ് ഒക്കെ കുറച്ചും കൂടി ഹൈലൈറ്റ് ആയിട്ട് മനസ്സിലാവാനാണ്. ആ സീനിൽ നടക്കുന്ന കാര്യങ്ങളും ആ ഇരുട്ടിന്റെ ആ ഒരു ഇൻഫ്ലുവൻസ് ഇല്ലാതെ പ്രോപ്പറായിട്ട് 3D കമ്മ്യൂണിക്കേറ്റഡ് ആവാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ഷൂട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് നമ്മൾ ഈ പടം ഏത് രീതിയിലാണെന്ന് വിലയിരുത്തുന്നതിൽ അർത്ഥമില്ല. അത് ആ 3Dയിലുള്ള ആ വിഷ്വൽ ട്രീറ്റ് എങ്ങനെയുണ്ടെന്ന് അനുഭവിച്ചറിഞ്ഞാൽ തന്നെ അത് മനസ്സിലാവുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ സിനിമ എന്താ പറയാ, ആ ഒരു ദാറ്റ് ഗ്രൂപ്പ് ഓഫ് റിവ്യൂവേഴ്സ് അല്ലെങ്കിൽ സിനിമേനെ കീറി മുറിച്ച് കഷ്ണമാക്കി അതിനെക്കുറിച്ച് സംസാരിക്കുന്ന, അതിന്റെ എല്ലാ വശങ്ങളും കാര്യങ്ങളെല്ലാം നോക്കുന്ന അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടല്ല ലാലേട്ടൻ ഈ സിനിമ കൺസീവ് ചെയ്തിട്ടുണ്ട് ഉള്ളത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ആ ഒരു
45 വർഷത്തെ ആ എക്സ്പീരിയൻസ് എല്ലാം അദ്ദേഹത്തിന്റെ ആ ഒരു മൊത്തം സ്നേഹവും സിനിമയോടുള്ള സ്നേഹവും സിനിമയെ കുറിച്ചുള്ള അറിവും അതിന്റെ ടെക്നിക്കൽ ആസ്പെക്റ്റിനെ കുറിച്ചുള്ള എല്ലാ മേഖലയിലുള്ള കാര്യങ്ങളും എല്ലാം സമന്വയിപ്പിച്ചു വരുന്ന ഒരു നല്ല 3D വിഷ്വൽ ട്രീറ്റ് തന്നെ ആയിരിക്കും ഡിസംബർ 25-ന് തിയേറ്ററിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനാവുക എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഈ ട്രെയിലർ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഞാൻ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണോ, അതോ മറിച്ചെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ അതിനെക്കുറിച്ച് പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.